ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് ചെടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് ചെടി എന്ന് പറയുമ്പോൾ 1-2 ഉള്ളൂ കേട്ടോ. നമ്മൾ നഴ്സറി പോയിട്ട് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. നമുക്കൊന്ന് റീപോർട്ട് ചെയ്യണം. അപ്പോൾ റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് പീസ് ലില്ലിയും ഒന്ന് വേറൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ നമുക്കതൊന്ന് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1-2 ചട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് ലില്ലി ഇരിക്കുന്ന ചട്ടി കണ്ടോ, ഒത്തിരി ചെറുതാണ് കേട്ടോ. അപ്പോൾ തീരെ ചെറുതാണ്. നമ്മുടെ പീസ് ലില്ലി ഒരുവിധം വലുതായിട്ടുണ്ട്. ഇതിനകത്ത് 2 ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേരൊക്കെ കണ്ട തിങ്ങി നിറഞ്ഞ് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് വളരാൻ വേണ്ടി കുറച്ച് വലിയ ചട്ടിയിലേക്കൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊണ്ടുവച്ചിട്ട് നഴ്സറി എന്ന് പറഞ്ഞത് അവർ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു കുറച്ച് ദിവസമൊക്കെ വെച്ചതിന് ശേഷം മാറ്റുന്നത് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാഴ്ച ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ആ ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പോട്ടി മിക്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടെ എല്ലാവരും ചെയ്യുന്ന പോലെ അതാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെയാണ് കേട്ടോ ഞാനിത് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പീസ് ലില്ലി ഇതാ ഇവിടെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റേ ഈ ഒരു ചെടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല. അറിയാവുന്നവർ, വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേരറിയാവുന്നവർ. എനിക്ക് അതിൻ്റെ പേരത്ര അറിയില്ല. നഴ്സറിയിൽ നിന്ന് ഒരു പേര് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ മറന്നുപോയി കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഫിലോഡൻഡ്രോൻ്റെയൊക്കെ ആ ഒരു ലീഫ് പോലെയൊക്കെ എനിക്ക് തോന്നി. അത് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവരൊന്ന് പറയണേ. അപ്പോൾ അതിലും ഞാനിതുപോലെ അതിൻ്റെ ചട്ടിയിലും കുറച്ച് കരിയിലൊക്കെ ഇട്ടു, പിന്നെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ചെടി ഇരിക്കുന്ന ചട്ടിയും ഒരുവിധം നന്നായിട്ട് ഒരു ചെറിയ ചട്ടിയാണ് കേട്ടോ. അപ്പം നല്ല ചെറിയ, അപ്പോൾ അതും എന്തായാലും മാറ്റണം. കാരണം ആ ചെടി വലുതാകുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ വേരൊക്കെ ഭയങ്കര വലുതാവുമല്ലോ. അപ്പോൾ അന്നേരം ഭയങ്കര കട്ടിയായിട്ട് വളരാനുള്ളൊരു ഗ്യാപ്പ് അതിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതും കൂടെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചുവട്ടിലുള്ള പോട്ടി മിക്സ് ഒന്നും ഞാൻ കളയുന്നില്ല. അങ്ങനെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒന്നും കളഞ്ഞിട്ടില്ല. അതും ഇതുപോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ചേർന്നൊരു മിക്സാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കളയുന്നില്ല. അങ്ങനെ തന്നെ ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ പോട്ടി മിക്സ് ഇതുപോലെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് നട്ട പീസ് ലില്ലി എന്ന് പറയുന്നത് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു ചെടിയാണ് കേട്ടോ. വാങ്ങണമെന്ന് കുറേ നാളുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് വാങ്ങിക്കാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ. കാരണം നല്ല റേറ്റ് അല്ലേ പീസ് ലില്ലിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വാങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം ഒത്തു കേട്ടോ. അപ്പോൾ പീസ് ലില്ലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പൂവായിട്ടൊക്കെ നിൽക്കുന്ന കാണാനായിട്ട്. പക്ഷേ എനിക്കിപ്പോൾ അത് വാങ്ങാൻ പറ്റി. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെടി മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നൊരാഗ്രഹമാണ് അത് വാങ്ങണമെന്ന്. അപ്പോൾ എന്തായാലും അത് വാങ്ങാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട് ആ ഒരു ചെടി വാങ്ങാൻ പറ്റിയതിൽ. അപ്പം റേറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്കത് വാങ്ങാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതാ രണ്ടും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് നനച്ച് കൊടുക്കാം ഇതിൽ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ നഴ്സറിയിൽ നിന്ന് നമ്മൾ തൊട്ടടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി ഞാനിത് നമ്മൾ ചെടിയൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 2 ചെടിച്ചട്ടി 2-3 ചട്ടി എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കാരണം പീസ് ലില്ലിയൊക്കെ അധികം വെയിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നു. ഇങ്ങനെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് അവർ പറഞ്ഞാൽ ഒത്തിരി വെയിലൊന്നും അടിക്കരുത്, തണലത്ത് തന്നെ വെക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തണലുള്ളൊരു സ്ഥലം നോക്കിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. പിന്നെ അധികം പ്രകാശം ഞാൻ വീഡിയോയ്ക്ക് കിട്ടാത്തതെന്ന് വെച്ചാൽ നമ്മളവിടെ നെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അധികം വെട്ടം കിട്ടാത്തത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ 2 ചെടി ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. 2 ചെടിയും ഞാൻ നട്ടു. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.